നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. ക്രൊയേഷ്യയുടെ ലൂക്ക മോഡ്രിച്ച്, ബ്രസീലിൻ്റെ നെയ്മർ ജൂനിയർ എന്നിവർക്ക് പിറകെ ക്രിസ്ത്യാനോ റൊണാൾഡോയും ലോകകപ്പിൽ നിന്ന് പുറത്താവുകയാണ്. ഇതോടെ മോഡ്രിച്ചും നെയ്മറും ഒപ്പം റൊണാൾഡോയും ഇനിയൊരു ലോകകപ്പിനില്ല എന്ന് തീരുമാനമായിരിക്കുന്നു. നെയ്മർ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് തന്നെ വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുന്നു. നേരത്തെ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ സഹോദരി ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞിരുന്നു ലോകകപ്പ് കഴിഞ്ഞാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ വിരമിക്കുമെന്ന്. അപ്പം ആ കാര്യത്തിലും ഏതാണ്ടൊരു തീരുമാനമുണ്ട്. ക്രിസ്ത്യാനോ റൊണാൾഡോ 6 ലോകകപ്പ് കളിച്ചിട്ടാണ് പുറത്തു പോകുന്നത്. 6ാമത്തെ ലോകകപ്പായിരുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഇത്. 6 തവണയും ചാമ്പ്യനാകാതെ മടങ്ങേണ്ടി വരികയായിരുന്നു റൊണാൾഡോയ്ക്ക്. ഒടുക്കം അന്താരാഷ്ട്ര കരിയറിൽ ഒരു ലോകകപ്പ് കിരീടമില്ലാതെയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ പോകുന്നത്. ക്രിസ്ത്യാനോയുടെ ഏക നഷ്ടവും ഈ ലോക കിരീടമില്ലായ്മയാണ്. അത് അല്ലാത്ത പക്ഷം ഒരു ലോകത്തെ ഏറ്റവും വലിയ ഇതിഹാസങ്ങളിൽ ഒന്ന് തന്നെയാണ്, ഫുട്ബോൾ കണ്ട ഇതിഹാസങ്ങളിൽ ഒന്ന് തന്നെയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ലോകകപ്പുകളിൽ 6 ലോകകപ്പുകളിലും ഗോളടിച്ച ഒരേ ഒരു താരമാണ്. വ്യത്യസ്ത 6 ലോകകപ്പുകളിൽ ഗോളടിച്ച ഒരേ ഒരു താരമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. ഈ ലോകകപ്പിൽ 3 ഗോളടിച്ചാണ് തിരിച്ചു പോകുന്നത്. അദ്ദേഹം യഥാർത്ഥത്തിൽ ഇത്തവണ എങ്ങനെയും വിജയിക്കണം, എങ്ങനെയും ലോക കിരീടം നേടണം എന്ന ഒരു മാനസിക നിലയോടെ കൂടിയാണ് വന്നത്. പക്ഷേ അദ്ദേഹത്തിന് നിർഭാഗ്യവശാൽ സ്പെയിനിൻ്റെ മെറീനോ 90 മിനിറ്റും കഴിഞ്ഞ് ഇഞ്ചുറി ടൈമിൻ്റെ ആദ്യ മിനിറ്റിൽ അടിച്ച ഗോളിൽ റൊണാൾഡോയുടെ ഭാവി നിശ്ചയിക്കപ്പെട്ട് കഴിഞ്ഞിരുന്നു. എന്തായാലും ലോകകപ്പിൽ ഇതുവരെ 11 ഗോളാണ് റൊണാൾഡോ അടിച്ചത്. മൊത്തം 11 ഗോളാണ് അടിച്ചത്. ഈ 11 ഗോളോടെ അത് 6 വ്യത്യസ്ത ലോകകപ്പുകളിലായിട്ടാണ് 11 ഗോൾ അടിച്ചത്. എന്തായാലും അദ്ദേഹം ഒരു ഇതിഹാസ താരമാണ് എന്നത് ആരും ചോദ്യം ചെയ്യാൻ പോകുന്നില്ല. അക്കാര്യത്തിൽ തർക്കവുമില്ല. ഈ ലോകകപ്പ് നിന്ന് ഇനിയൊരു ലോകകപ്പിൽ വരാത്ത വിധം മടങ്ങുന്ന 3ാമത്തെ ഇതിഹാസ താരമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. അതാണ് പറഞ്ഞത്. നേരത്തെ ക്രൊയേഷ്യയുടെ ലൂക്ക മോഡ്രിച്ച്, ഇന്നലെ ബ്രസീലിൻ്റെ നെയ്മർ, ഇന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോ പോർച്ചുഗലിൻ്റെ. എന്തായാലും റൊണാൾഡോയെ സംബന്ധിച്ചിടത്തോളം മറ്റ് 2 പേരെയും പോലെ തന്നെ മറ്റ് 2 പേരും ലോകകപ്പ് നേടിയിട്ടുണ്ടായിരുന്നില്ല. റൊണാൾഡോയും ലോകകപ്പ് നേടിയിട്ടില്ല കരിയറിൽ. തീർച്ചയായിട്ടും മറ്റ് 2 പേരെയും പോലെ വലിയ വേദനയോടെയാണ്, എക്കാലത്തെയും തീരാവേദനയായിട്ടാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് ഈ ലോക കിരീടം നേടാനാകാതെ പോയ ഒരു വിഷയമുള്ളത്. എന്തായാലും റൊണാൾഡോ അയാളുടെ പരമാവധി പരിശ്രമിച്ച ശേഷമാണ് ലോകകപ്പിൽ നിന്ന് മടങ്ങുന്നത്. അദ്ദേഹത്തിന് ലോക കിരീടമില്ല എന്നത് അദ്ദേഹത്തിൻ്റെ ഇതിഹാസ പദവിക്ക് ഏതെങ്കിലും തരത്തിൽ കോട്ടം തട്ടിക്കുന്ന ഒന്നല്ല എന്നുള്ളത് ഉറപ്പാണ്. എക്കാലത്തെയും മഹാരഥന്മാരിൽ ഒരാളായി അദ്ദേഹം അറിയപ്പെടുകയും ചരിത്രത്തിൽ നിറഞ്ഞു നിൽക്കുകയും ചെയ്യും ഫുട്ബോളിൽ എന്നുള്ളതിൽ തർക്കമില്ല.